കർഷകരെ, ബിജൂസ് പെപ്പർ ഗാർഡൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിജൂസ് പെപ്പർ ഗാർഡൻ കേരളത്തിലുള്ള വിവിധ നാണ്യവിളകളെക്കുറിച്ചുള്ള പരിപാടികളാണ്. സ്വന്തമായിട്ട് ചെയ്യുന്ന നാണ്യവിളകളിലെ കൃഷികളും കൃഷി രീതികളും ആണ് യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഈ തവണ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരേക്കർ സ്ഥലത്ത് എങ്ങനെ 1000 കുരുമുളക് വള്ളികൾ കൃഷി ചെയ്യാമെന്നുള്ളതാണ്. ഇതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ജീവനുള്ള വിയറ്റ്നാം രീതി എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഏറ്റവും അധികം കുരുമുളക് ഉൽപ്പാദനം ഉണ്ടാക്കുന്നത് പെർ ഏക്കറിൽ നിന്ന് ഉൽപ്പാദനം ഉണ്ടാക്കുന്നത് വിയറ്റ്നാമീസാണ്. എന്തുകൊണ്ട് വിയറ്റ്നാമുകാർക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പാദനം നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കിക്കൂടാ? ഇതായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വിഷയം. കുരുമുളക് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് ബിജൂസ് പെപ്പർ ഗാർഡൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കുക. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം ഏതാണ്ട് 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണ്. ഇതിനകത്ത് 1280 കുരുമുളക് വള്ളികളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് ഒരു പ്ലാവിൻ്റെ തൈയും അതിനോട് ചേർന്ന ഏറ്റവും തെക്ക് വശത്തായിട്ട് പ്ലാവിൻ്റെ തൈ, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ശീമക്കൊന്ന, അതിൻ്റെ വടക്ക് കിഴക്കേ മൂലക്കായിട്ട് നമ്മൾ കുരുമുളക് തൈ നട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം ഈ 2 കൊടിത്തൈകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 8x8 എന്നുള്ള സമചതുരത്തിലാണ് ഇതിനകത്ത് നമ്മൾ മൊത്തം പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് പ്ലാന്റ് ചെയ്ത ഒരു തോട്ടമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കുരുമുളകിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ രാജ്യം ഇന്ന് വിയറ്റ്നാമാണ്. വിയറ്റ്നാമിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ഇന്ത്യക്കാരുണ്ടാക്കുന്നതിൻ്റെ 4 ഇരട്ടിയാണ് വിയറ്റ്നാമീസ് അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യം. വിയറ്റ്നാമീസിൻ്റെ ഉൽപ്പാദനത്തിനകത്തുള്ള ഉൽപ്പാദനക്ഷമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം. അവിടെ 8 അടിയിൽ കോൺക്രീറ്റ് പോസ്റ്റിലും അല്ലെങ്കിൽ ചത്ത മരങ്ങളിലോ ആയിട്ടാണ് അവർ കുരുമുളക് കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ 8 അടിയിൽ ചെയ്യുന്ന കൃഷിയിൽ മാക്സിമം അവർ ഉപയോഗിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 12 അടി തൊട്ട് 15 അടി വരെയാണ്. എന്ന് പറഞ്ഞാൽ ആ കുരുമുളക് ചെടിയെ സംബന്ധിച്ചോളം അടി തൊട്ട് മുകളിൽ വരെ ഒരേപോലെ കായ കിട്ടുന്ന വിധത്തിൽ അവർ ക്രമീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മാവ്, പ്ലാവ്, തേക്ക്, മഹാഗണി തുടങ്ങിയ ഉയരം കൂടിയ മരങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരാശരി ഒരു 25 അടി ഹൈറ്റെങ്കിലും വെക്കുന്ന ഈ മരങ്ങളിലായിരുന്നു നമ്മൾ കുരുമുളക് നട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഏതാണ്ടൊരു 1.5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുരുമുളക് തോട്ടത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 8 അടി സ്ക്വയറിനകത്ത് വെച്ച കുരുമുളക് ചെടികളാണ് നിങ്ങൾ ചുറ്റും കാണുന്നത്. അതിനകത്ത് ഏതാണ്ട് എന്നെക്കാളും പൊക്കമുള്ള ശീമക്കൊന്നക്കാലും അതിനോടൊപ്പം തന്നെ വലിപ്പമുള്ള പ്ലാവിൻ്റെ തൈകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആദ്യത്തെ ഒരു 2 വർഷം 3 വർഷം വരെ കുരുമുളക് വള്ളികൾ ഈ ശീമക്കൊന്നക്കാലിൽ തന്നെ പിടിച്ചു കയറുന്നതാണ്. അത് കഴിയുമ്പോഴത്തേനും ഏതാണ്ട് നമ്മുടെ ഈ പ്ലാവ് ഇപ്പോൾ ഏതാണ്ട് ഈ വണ്ണമായിട്ടുള്ള ഏതാണ്ട് ഒരു ചെറിയ 2 വിരലിൻ്റെ വണ്ണമുള്ള ഈ പ്ലാവ്
ഈ ശീമക്കൊന്നയോടൊന്ന് ചേർത്ത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശീമക്കൊന്നയിൽ നിന്നും ആ പ്ലാവിലേക്ക് ആ കൊടി കയറും. ഇങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ശരാശരി ഒരു 4 വർഷം ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് പ്ലാവിൻ്റെ ഉയരം ഒരു 15 അടി ഹൈറ്റിലേക്ക് എത്തുന്നതാണ്. ആ 15 അടി ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലാവ് മുകളിൽ കട്ട് ചെയ്യണം. മുകളിൽ കട്ട് ചെയ്യുമ്പോൾ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ഒരു അല്പം പെൻസിൽ കൂർമ്മിക്കുന്ന പോലെ 2 സൈഡിൽ നിന്നും കൂർമ്പിച്ചിട്ട് അത് എടുക്കുകയും അതിൻ്റെ മുകളിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ കോട്ട് എന്ന് പറഞ്ഞ സാധനം, പെട്രോളിയം ഉൽപ്പന്നമായിട്ടുള്ള റബ്ബർ കോട്ട് അതിൻ്റെ മുകളിൽ തേക്കുകയും അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ കുറച്ച് ബലമുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പോ അല്ലെങ്കിൽ ബക്കറ്റോ ആയിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. അത് 2 വർഷക്കാലത്തേക്ക് ഈ പ്ലാവ് ഹാർഡനിങ് ആകുന്നത് വരെ യഥാർത്ഥത്തിൽ ഈ പ്ലാസ്റ്റിക് അതിനെ വെള്ളം ഇറങ്ങാതെ സംരക്ഷിക്കണമെന്നുള്ളതാണ് അതിൻ്റെ കാതൽ. ഒരു 15 അടി ഹൈറ്റിലെത്തുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി കഴിയും പ്ലാവിനെ സംബന്ധിച്ചോളം നിരവധി ചെറിയ ചെറിയ ശിഖരങ്ങൾ പൊട്ടാൻ വേണ്ടി തുടങ്ങും. അതിനകത്ത് ഒരു ചെറു ശിഖരം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ കൊടിത്തോട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൊടിത്തോട്ടത്തിനകത്ത് വേണ്ട വെയിലും അതേപോലെ തന്നെ വെള്ളവും അതേപോലെ പിന്നെ കാറ്റും അടക്കം കയറാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ ഈ തോട്ടം നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പം ഒരു സംശയം പലപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ളത് ഈ ശീമക്കൊന്ന എന്താണ് ചെയ്യാന്നാണ്. ശീമക്കൊന്നയും അതേ ഹൈറ്റിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശീമക്കൊന്നയുടെ മോൾ ഭാഗം കട്ട് ചെയ്താൽ പോലും ശീമക്കൊന്ന സാധാരണ കേടുപിടിച്ച് പോകാറില്ല. പിന്നെ രണ്ടാമത് സംശയം ചോദിക്കാറെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് ശീമക്കൊന്ന എന്ന് പറയുന്നത് വെറും വളം വലിച്ചെടുക്കുന്ന യഥാർത്ഥത്തിൽ ഒരു കാട്ടിച്ചെടി പോലെ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിലും സയൻറ്റിഫിക്കലായിട്ടും അത് അല്ല. ശീമക്കൊന്ന എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന നൈട്രേറ്റ്സുകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന റൈസോബിയം പോലെയുള്ള സംഭവങ്ങൾ ഉള്ള ഒരു ചെടിയാണ് യഥാർത്ഥത്തിൽ ശീമക്കൊന്ന. ആ ശീമക്കൊന്നയുടെ വേരുകളിൽ ഈ നൈട്രേറ്റ്സുകളെ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് മുഴകൾ പോലെ വരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ശീമക്കൊന്ന അവിടെ നിൽക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ കൊടിത്തോട്ടത്തിന് ഗുണമാണ് എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ ഈ പ്ലാവിൻ്റെ കമ്പുകൾ ശിഖരങ്ങൾ എങ്ങനെയാണ് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് മഴ തുടങ്ങുന്നതിന് മുമ്പും മഴ അവസാനിക്കണം 2 തവണയായിട്ട് പ്ലാവിൻ്റെ ശിഖരങ്ങൾ ഇറക്കി കോതി കൊടുക്കുന്നത് ഈ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കും. കാരണം ഞാൻ പൊള്ളു ഒഴിവാകാനും അതേപോലെ തന്നെ നല്ല പോലെ കായ പിടിക്കാനും കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നല്ല പോലെ വെളിച്ചം കിട്ടുന്നതാണ് നല്ലത്. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യുന്ന ചില കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആട് ഫാം, ഗോട്ട് ഫാം പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് അവരുടെ ഗോട്ട് ഫാമിൻ്റെയും കൂടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഇലകൾ ക്രമീകരിച്ചു കൊടുത്താൽ അവരുടെ ഗോട്ട് ഫാമിൻ്റെ ആവശ്യം നടക്കും. അതേപോലെ തന്നെ ഈ തോട്ടത്തിനകത്ത് വെളിച്ചവും അതേപോലെ തന്നെ നല്ലപോലെ വെയിലും കിട്ടുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എട്ടടി ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം 8 അടി ചെയ്യുന്നതോടുകൂടി തന്നെ പരമാവധി കുരുമുളകിൻ്റെ എണ്ണം ചെയ്യാൻ പറ്റുന്നതോടുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം ഉൽപ്പാദനം കിട്ടുന്നത് ഒന്ന് ഈ രീതിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ 2 കൊടികൾ തമ്മിലുള്ള അകലം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരു തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും വരുന്ന ചിലവ് അതിനകത്ത് ജോലിക്കാരുടെ ഒരു ചിലവിനകത്ത് കാടുകൾ കുറവായതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കാടുകൾ ഈ രണ്ട് പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം കുറഞ്ഞു, അതിൻ്റെ വട്ടവും അതേപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കാടുകളുടെ കുറവ് നല്ലപോലെ വരുന്നുണ്ട്. അതുകൊണ്ട് മെയിൻ്റെനൻസിനുള്ള ചിലവ് കുറവാണ്. പിന്നെ കുരുമുളക് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സാധാരണ അതിൽ
വിദഗ്ധ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് വേണം വലിയ ഒരു 25 അടി 30 അടിയൊക്കെയുള്ള ഉയരമുള്ള മരത്തെ കയറിയിട്ട് മുളക് പറിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ കൂലിയും കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ 8 അടിയിൽ ചെയ്യുന്ന കുരുമുളക് തോട്ടത്തിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 15 അടി വരെ നമ്മൾ മാക്സിമം ഈ കുരുമുളക് അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഒക്കെ പൊക്കം വെക്കുന്നുള്ളതുകൊണ്ട് കുരുമുളകിൻ്റെ മാക്സിമം ഹൈറ്റ് 15 അടിയാണ്. ഈ 15 അടി ഹൈറ്റിനകത്തുള്ള ഒരു കുരുമുളകിൻ്റെ മുകളിൽ നിന്നും കുരുമുളക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു 6 അടി പൊക്കമുള്ള ഒരു അലുമിനിയം സ്റ്റാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 2 വശത്തായിട്ട് അലുമിനിയം സ്റ്റാൻഡ് ഇങ്ങനെയാണ് ഇരിക്കുക. അതിന് 2 വശത്തായിട്ട് 2 സ്ത്രീ തൊഴിലാളികളായാൽ പോലും കയറി നിന്നുകൊണ്ട് അവർക്ക് മുളക് പറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ ഒന്ന്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ മഴയെ ആശ്രയിച്ച് മാത്രമായിരുന്നു കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഒരു പരിധിവരെ കുരുമുളക് കൃഷിയുടെ ഏതാണ്ട് ഒരു 40% ഉൽപ്പാദന വർധന വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നമ്മൾ നന കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 40% ഉൽപ്പാദന വർധന വരുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ജലസേചനം കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ ആയാലും ശരി അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആയാലും ശരി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷനാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ അടുത്തടുത്തുള്ള പൈപ്പുകൾ കൊണ്ട് നമുക്കിത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് വളങ്ങളും കൂടെ എന്ന് പറഞ്ഞാൽ ഫെർട്ടിഗേഷനും കൂടെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇറിഗേഷൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് ഫെർട്ടിഗേഷനും കൂടെ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു നല്ല അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ്. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനായിട്ട് പെപ്പർ ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ചോളം വളപ്രയോഗങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അത് 2 തരത്തിൽ സാധാരണത്തിൽ വളപ്രയോഗങ്ങൾ നടത്താറുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്പം ഇതും കൂടെ ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ രാസവളങ്ങൾ കൂടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈ 2 രീതിയിലുള്ള വളപ്രയോഗങ്ങൾക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കൂടി കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ നിലവിലുള്ള രാസവളങ്ങൾ 19 അടക്കമുള്ള പലതും പോളിയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കി വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് ആ വെള്ളത്തിൽ കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അങ്ങനെയുള്ളവ സാധാരണഗതിയിൽ വെഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷനകത്ത് നമുക്ക് രാസവളങ്ങൾ നേരിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജൈവവളങ്ങളിലൊന്ന്, കാരണം കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ജൈവവളങ്ങളിലൊന്ന് ഗോമൂത്രം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗോമൂത്രത്തിനകത്ത് പൊട്ടാഷിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഒരു ജൈവ വളങ്ങളിൽ ഒന്നാണ് ഗോമൂത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുരുമുളക് കൃഷിത്തോട്ടത്തിനകത്ത് വീടിന് ചുറ്റുമുള്ള കുരുമുളക് കൃഷിത്തോട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഗോമൂത്രമാണ്. ആ ഗോമൂത്രം 1 ലിറ്റർ ഏതാണ്ട് ഒരു 8 ലിറ്റർ വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ഇതേപോലെ തന്നെ വെഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുരുമുളകിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. കൃത്യമായി അരിച്ചെടുത്തിട്ടാണ് വെഞ്ചറിൽ ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം. പക്ഷേ വളപ്രയോഗം ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഉൽപ്പാദന വർധന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പഴയ കാലത്തെ പോലെ 0 ബഡ്ജറ്റിനകത്ത് കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ് എന്നുള്ള കാര്യത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ 1 ഏക്കറിനകത്ത് 1000 കുരുമുളക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി അതിൻ്റെ സാമ്പത്തിക വശത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 3 വർഷം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് കുരുമുളകൊക്കെ തന്നെ വിളവെടുപ്പിന് പാകമാവും. 4ാമത്തെ വർഷം തൊട്ട് ശരാശരി ഒരു വള്ളിക്കകത്തുനിന്ന് 1/2 കിലോ വരെ ഡ്രൈ പെപ്പർ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക്. എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 5ാം വർഷം ആകുമ്പോഴത്തേനും ഒരു 750 ഗ്രാം ഡ്രൈ പെപ്പർ കിട്ടുന്നതിനകത്ത് ഒരു സംശയമില്ല. 1 കിലോ 1.25 കിലോ വരെ ഞങ്ങൾക്ക് കിട്ടിയ വള്ളികളുണ്ട്. പക്ഷേ ശരാശരി കൂട്ടുമ്പം ഒരു 750 ഗ്രാം കിട്ടുമെന്ന് കണക്കൂട്ടിയാൽ പോലും അതൊരു 6ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് 1 കിലോ ഡ്രൈ പെപ്പറിനകത്തേക്ക് ഒരു സംശയവുമില്ലാണ്ട് എത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 1000 കിലോ മുളക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പച്ചമലയാളം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുരുമുളക് കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ലേ? ഇതാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. കൃഷി വിജ്ഞാനപ്രദമായിട്ടുള്ള
മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം.